പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ അമ്മേ, സകല വിശുദ്ധരെ, സകല ദൂതന്മാരെ, പരിശുദ്ധ റൂഹായെ, ഞങ്ങൾ കേൾക്കുന്ന ഈ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. ഒരു മനുഷ്യന് 100 ആടുണ്ട് എന്നിരിക്കട്ടെ. അവയിലൊന്ന് തെറ്റി ഉഴന്നു പോയാൽ 99നെയും വിട്ടേച്ച് തെറ്റിപ്പോയതിനെ മലകളിൽ ചെന്ന് തിരയുന്നില്ലയോ? അതിനെ കണ്ടെത്തിയാൽ തെറ്റിപ്പോകാത്ത 99-ലും അധികം അതിനെക്കുറിച്ച് സന്തോഷിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അങ്ങനെ തന്നെ ഈ ചെറിയവരിൽ ഒരുത്തൻ നശിച്ചു പോകുന്നത് സ്വർഗ്ഗസ്ഥനായ നിങ്ങളുടെ പിതാവിന് ഇഷ്ടമല്ല. വചനം പറയുന്നത് മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി സ്വർഗത്തിൽ അധികം സന്തോഷിക്കുമെന്നാണ്. മത്തായി 18-ലെ മുടിയനായ പുത്രനെ കർത്താവ് നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. ഈ നോമ്പുകാലത്ത് നമുക്കും ദൈവത്തോട് പറയാൻ കഴിയണം, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകനെന്ന് വിളിക്കാൻ ഞാൻ യോഗ്യയല്ല. നിന്റെ തിരുകുമാരന്റെ കുരിശിലെ വില തീരാത്ത രക്തത്താൽ വീണ്ടെടുത്തിട്ടും ഞാൻ എൻ്റെ അഹത്തിൽ പാപത്തിൽ ജീവിച്ചു. ഇന്ന് ഞാൻ തിരിച്ചു വന്നിരിക്കുന്നു. കൃപയുടെയും കരുണയുടെയും വാതിൽ തുറക്കണമേ. സങ്കീർത്തനങ്ങൾ 100-3. യഹോവ തന്നെ ദൈവം എന്നറിവിൻ. അവൻ നമ്മെ ഉണ്ടാക്കി, നാം അവൻ ഉള്ളവരാകുന്നു. അവന്റെ ജനവും അവൻ മേയ്ക്കുന്ന ആടുകളും തന്നെ. പിതാവേ, ആദിമകാലം മുതൽ, ആദാം ഹവ്വായുടെ കാലം മുതൽ ഇന്ന് വരെയും ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് പാലും തേനും ഒഴുകുന്ന കനാൻ ദേശത്തേക്ക് കൊണ്ടുവരുമ്പോഴും അവിടെ സ്വസ്ഥതയിൽ കഴിയുമ്പോഴും പാപത്തിന്റെയും മറുതലിപ്പിന്റെയും അവിശ്വസ്തതയുടെയും ജീവിതം നയിച്ച ഞങ്ങളുടെ പിതാക്കന്മാരെ പോലെ തന്നെ ഇന്നും ഈ പുതിയ നിയമ കാലഘട്ടത്തിലും ഞങ്ങൾ നിന്നോട് മറുതലിച്ച് പാപം ചെയ്തുപോയി. അങ്ങയുടെ പ്രിയപുത്രനായ കുഞ്ഞാടിന്റെ കുരിശിലെ അർപ്പിച്ച അനുസരണത്തിന്റെയും ത്യാഗത്തിന്റെയും പാപപരിഹാരത്തിന്റെയും യോഗ്യതയാൽ ഞങ്ങളോട് കരുണ ചെയ്യുകയും തിരുരക്തത്താൽ വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. യെശയ്യാ 40:11 പറയുന്നു, ഒരിടയനെ പോലെ അവൻ തന്റെ ആട്ടിൻകൂട്ടത്തെ മേയ്ക്കുകയും കുഞ്ഞാടുകളെ ഭുജത്തിലെടുത്ത് മാർവിടത്തിൽ ചേർത്ത് വഹിക്കുകയും തള്ളകളെ പതുക്കി നടത്തുകയും ചെയ്യുന്നു. ആ തിരുഹൃദയത്തിൽ ഞങ്ങളെ സൂക്ഷിക്കണമേ. ഞങ്ങളുടെ ബലഹീനതയെ ദുഷ്ടൻ ചൂഷണം ചെയ്യാൻ ഇടയാക്കരുതേ. വിധി ദിവസത്തിൽ ഞങ്ങളുടെ ആത്മാവിന് വേണ്ടി അവൻ വാദിക്കാൻ ഇടയാകരുതേ. സങ്കീർത്തനങ്ങൾ 23-1 യഹോവ എന്റെ ഇടയനാകുന്നു. സങ്കീർത്തനങ്ങൾ 28-9 നിന്റെ ജനത്തെ രക്ഷിച്ച് നിന്റെ അവകാശത്തെ അനുഗ്രഹിക്കണമേ. അവരെ മേയിച്ച് എന്നേക്കും അവരെ വഹിക്കണമേ. മത്തായി 25:31 മുതൽ 44 വരെയുള്ള വചനത്തിൽ പറയുന്നു, മനുഷ്യപുത്രൻ തന്റെ തേജസ്സോടെ സകല വിശുദ്ധ ദൂതന്മാരുമായി വന്ന് ചെമ്മരിയാടുകളെയും കോലാടുകളെയും വലത്തും ഇടത്തുമായി വേർതിരിച്ച് സ്വർഗഭാഗ്യവും നിത്യനരകവും നൽകുമ്പോൾ, കർത്താവെ, ഞങ്ങളുടെ നോമ്പും നമസ്കാരവും പശ്ചാത്താപവും കുംഭസാരങ്ങളും പ്രാശ്ചിത്തങ്ങളും ഓർത്ത് കരുണയും കൃപയും തോന്നണമേ. ഇടയനാകുന്ന അങ്ങയുടെ സന്നദ്ധയിൽ അനുസരണയും വിധേയത്വമുള്ള ആടുകളായി ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. ഓരോ വിശുദ്ധ കുർബാനയിലും അങ്ങയുടെ തിരുരക്തം ഞങ്ങൾക്ക് വേണ്ടി നിരപ്പിന്റെയും ഉടമ്പടിയുടെയും പ്രാർത്ഥനകളായി ഉയരുമ്പോൾ, തിരുശരീര രക്തങ്ങളായി അങ്ങയെ ഞങ്ങൾ സ്വീകരിക്കുമ്പോൾ, കർത്താവിനെ വഹിക്കുന്നവരായി ജീവിക്കാനും ക്ഷമിക്കാനും ക്ഷമിക്കപ്പെടാനുമുള്ള കൃപയിൽ വളർന്ന് ഞങ്ങളുടെ ജീവിതം കൊണ്ട്, സ്ഥിരതയോടുള്ള ജീവിതം കൊണ്ട് അങ്ങയെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ ഈ നോമിന്റെയും പ്രാർത്ഥനയുടെയും കാലഘട്ടം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. ഈ വചനങ്ങളെ ഞങ്ങളിൽ നിന്ന് എടുത്തു പോവാൻ ഇടയാക്കരുതേ. യേശുവിന്റെ നാമത്തിൽ താമേ അപേക്ഷിക്കുന്ന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. യെരൂശലേം പുരി പൂകിയിടും നേരം മധുരാരാധന